ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു നാടൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഉള്ളിത്തീയൽ വെക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് നല്ല ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാമോളം കാണും കേട്ടോ. അതെടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഉള്ളിത്തീയൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ നല്ല ചെറുതായിട്ട് കനം കുറച്ച് പീരയിൽ ചിരണ്ടിയെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാനുള്ള കണക്കിന് കരുന്ന് പോകാതെ ശ്രദ്ധിച്ച് ചിരണ്ടിയെടുക്കാം. സ്റ്റൗ ഓണായി വരുമ്പോൾ നമുക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ച് കൊടുക്കാം. പുളിയൊക്കെ ചേർത്ത് വെക്കുന്നതായതുകൊണ്ട് മണ്ണിൻ്റെ ചട്ടി ആയിരിക്കും നല്ലത്. നമ്മളെപ്പോഴും മാറ്റുന്നില്ലല്ലോ. എണ്ണ ചൂടായി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല കൂട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ചട്ടിയുടെ ചൂടും എണ്ണയും എല്ലാം കൂടി ആകുമ്പോൾ നന്നായിട്ട് വേഗം ഉള്ളി വഴന്ന് കിട്ടും. ഉള്ളിത്തീയൽ വെക്കാൻ വേണ്ടി ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേഗം അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവോള വഴറ്റുമ്പോഴും ചെറിയുള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പ് ചേർത്ത് അത്രയും വേഗം വഴന്നതിൻ്റെ കണക്കിന് റെഡിയായി കിട്ടും. ഈ ഉള്ളിത്തീയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പണ്ട് ഈ മണ്ണിൻ്റെ ചട്ടിക്കകത്ത് ബീഫൊക്കെ കറി വെച്ച് കഴിയുമ്പം തീരാനാകുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെയാണ്. നന്നായിട്ട് ഒന്നും കൂടെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി തീരാനാകുമ്പം ഈ ഉള്ളിത്തീയലിന് ഭയങ്കര ടേസ്റ്റാണ്. തൊട്ട് കൂട്ടുന്ന പോലെയൊക്കെ ആകും. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കരിവേപ്പില കൂടെ ഞാനിട്ട്. മുമ്പൊക്കെ നാടൻ കല്യാണ സദ്യക്ക് ഉള്ളിത്തീയൽ മെയിൻ വിഭവമായിരുന്നു. ഇന്നിപ്പം ഉണ്ടാക്കാനുള്ള വിഷമം കൊണ്ടും പ്രോസസ്സിങ് കൂടുതലുള്ളതുകൊണ്ടും ചിലവ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഇതൊന്നും കാണാനില്ല. സദ്യക്കൊന്നും ഉള്ളിത്തീയൽ കിട്ടാറില്ല. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു കല്യാണത്തിനെങ്ങാനും കിട്ടിയെങ്കിലായി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ഈ കറിക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിനുള്ളിൽ കുരുവുള്ളത് കൊണ്ട് അത്രയും കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ കുരുവൊക്കെ കുത്തി അത്രയും വേണ്ട, അതിൻ്റെ പകുതി മതി. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ചുമക്കെ നല്ല കളർ വേണം, എന്നാലേ തീയലിന് ടേസ്റ്റും കളറും ഒക്കെ കിട്ടുള്ളൂ. നമ്മുടെ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ നോക്കി ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിരുന്ന വാളംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി അതിനകത്ത് മിച്ചം ചേർത്ത് ഒന്ന് സെറ്റായിട്ട് ചെറിയ തീയിൽ തന്നെ അവിടെ കിടക്കട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ റെഡി ആകുമ്പോഴത്തേനും അത് ഒന്നും കൂടെ വെന്ത് വറ്റി വരും. ഈ വാളംപുളി ഒഴിക്കുന്നത് ചിലർ അരപ്പൊഴിച്ചതിന് ശേഷം ചെയ്യും. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്ത് ശീലിച്ചേക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ചെറുതീയിൽ തന്നെ ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. പൊടികളൊന്നും ഭംഗിപ്പോകാതെ നല്ല കളർ കിട്ടുന്ന കണക്കിനാകാം. അതായത് നമ്മുടെ ചട്ടിക്കകത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയും വാളംപുളിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ കുറേ കൂടെ വറ്റി നല്ല കണക്കിന് വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിനകത്ത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇങ്ങനെ നല്ല കുഴമ്പ് പോലെ ആ തേങ്ങയുടെ എണ്ണയ്ക്കകത്ത് ആയി കിട്ടിയതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ജാറൊക്കെ കഴുകി ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒന്ന് ചെറുതീയിൽ തന്നെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കണം. അപ്പോഴാണ് ആ കറി ഒന്ന് അരപ്പുകളൊക്കെ കൂടെ ആയിട്ട് റെഡിയാവുക. പിന്നെ നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വളരെ കുറച്ച് മതി. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാണ് ഉള്ളി വഴറ്റിയേക്കുന്നത്. അതിനകത്ത് നമ്മൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പം തീരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത്, അത് ഉണ്ണിയപ്പത്തിനൊക്കെ ചേർക്കുന്ന കണക്കിന് മതി. ആ കണക്കിന് കനവും മതി, വലിപ്പവും മതി. അങ്ങനെ അതൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിക്കകത്തേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസ് കാണുന്നതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും നിർദ്ദേശങ്ങളൊക്കെ എന്നോട് അറിയിക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.